നമ്മൾ ഓരോ ദിവസവും ഒരുപാട് ആളുകളെ കാണുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നു. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, എല്ലാവരും അച്ചീവ് ചെയ്യുന്നു, എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു, എല്ലാവരും എന്തെങ്കിലുമൊക്കെ നേടുന്നു. അയാളുടെ പുറകെ എന്തോരം ആളുകളാണ്. എനിക്ക് ആ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആ ഒരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ, എന്തൊരു അടിപൊളി ലൈഫാണ് അയാളുടേത്. എന്തോരം ആൾക്കാരാണ് അയാളുടെ പുറകെ നടക്കുന്നത്. എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസും എന്തുമാത്രം സൗകര്യവുമാണ് അയാളുടെ ജീവിതം എന്ന് പറയുന്നത്. യെസ്, ഡെഫിനറ്റ്ലി സം പീപ്പിൾ ആർ ലക്കി. നമ്മളെക്കാളും നല്ല സാഹചര്യങ്ങളിൽ ജനിക്കുന്നവരുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നവരുണ്ട്. യെസ്, ലൈഫ് ഈസ് നോട്ട് ഫെയർ. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദാറ്റ് ഈസ് ഈഗോ. അത് നമ്മൾ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. രണ്ടാമത്, നമുക്കങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ആ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത്, ദാറ്റ് ഈസ് ഫാൻറ്റസി. അത് നമ്മളെ സഹായിക്കുന്നില്ല. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ലക്ക് കാണുന്നില്ല, നമ്മൾ ചാൻസസ് കാണുന്നില്ല, നമ്മൾ ടാലൻറ്റ് കാണുന്നില്ല. കാരണം നമ്മൾ കാണുന്നത് ഒരു അലസനായ മനുഷ്യനെയാണ്. എ ലേസി ഗായ്. അവസരങ്ങളെ നഷ്ടമാക്കുന്ന, ടാലൻറ്റുകളിൽ വർക്ക് ചെയ്യാത്ത എ ലേസി ഗായ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ തിരിച്ചറിയാത്തത്, അതിലേക്ക് നമ്മൾ നോക്കാത്തത്? കാരണം അതൊരു വലിയ പവറാണ്. അത് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി വർക്കിടേണ്ടി വരും. പക്ഷേ നമ്മൾ വർക്കിടാൻ റെഡിയല്ല. വി വാണ്ട് ടു ബി ലേസി. ജസ്റ്റ് തിങ്ക്. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് കഴിവുകളുണ്ട്, എനിക്ക് അവസരങ്ങളുണ്ട്. ഞാനൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ എനിക്കത് ശരിക്കും എത്തിപ്പിടിക്കാൻ പറ്റും. എനിക്കെൻ്റെ ജീവിതം മാറ്റാൻ പറ്റും. പക്ഷേ എൻ്റെ അലസതകൾ, ഞാൻ തേടുന്ന ചെറിയ സുഖങ്ങൾ, ഷോർട്ട് ടേം പ്ലഷേഴ്സ്, ഇതെല്ലാം ജീവിതം പിന്നോട്ട് പിടിച്ച് നിർത്തുകയാണ്. ഇഫ് യു വാണ്ട് സംതിങ് ഇൻ ലൈഫ്, റീച്ച് ഔട്ട് ആൻഡ് ഗ്രാബ് ഇറ്റ്. നമുക്കൊരു സ്വപ്നം വേണം, നമുക്കൊരു എയിം വേണം. അതിനു വേണ്ടിയിട്ട് വർക്കിടാനായിട്ട് തയ്യാറാവണം. കാരണം ഒരു സ്വപ്നമുള്ള മനുഷ്യൻ്റെ, അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ജനക്കൂട്ടങ്ങളും ആൾക്കൂട്ടങ്ങളുമല്ല ലോകത്തെ മാറ്റിയിട്ടുള്ളത്. വിരലിലെണ്ണാവുന്ന ഏതാനും മനുഷ്യരാണ് സ്വപ്നം കണ്ടവർ, അതിനുവേണ്ടി ജീവൻ കൊടുത്തവർ, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടിറങ്ങിയവർ. എന്തൊക്കെ മുമ്പിൽ നിന്നാലും അതൊന്നും അവരെ തളർത്തിയില്ല, അവരെ തോൽപ്പിച്ചില്ല. അവരാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഒരേ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരാളാവാൻ കഴിയും. ഇറ്റ് ഈസ് എ ചോയ്സ്. പക്ഷേ നമ്മൾ അലസത മാത്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, യു കാൺ ബി വൺ എമോങ് ദം. ചിന്തിക്കുക, എന്ത് മാറ്റമാണ് നിങ്ങൾ ഈ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? മറ്റാരും അത് നടത്താൻ പോകുന്നില്ല. ആ മാറ്റം യു ഹാവ് ടു മേക്ക് ദാറ്റ് ചേഞ്ച്. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരുപാട് ഫെയിം ഉണ്ടാക്കുന്നതല്ല, ഒരുപാട് ആൾക്കാർ നമ്മളെ പൊക്കി പറയുന്നതല്ല. ഇറ്റ് ഈസ് റിയലി അബൌട്ട് മേക്കിംഗ് എ ചേഞ്ച്. ശരിയാണ്, അപ്പോഴും ലക്ക് നമ്മുടെ സൈഡിലാവണമെന്നില്ല. അങ്ങനെ നമ്മൾ തീരുമാനിച്ചിറങ്ങിയാലും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെ ആവണമെന്നില്ല. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമുക്കെതിരെ നിൽക്കും. But when you have that mindset that your dream will make an impact, you will not stop. നമ്മൾ തോറ്റു കൊടുക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കറേജ് ചെയ്യില്ല. കാരണം നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ മനസ്സിലാവും, ഈ പോരാട്ടം എന്ന് പറയുന്നത് ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഈ തോൽവികൾ എന്ന് പറയുന്നത് ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ആ ചെറിയ ചെറിയ ഡിസ്കറേജ്മെൻറ്റ്സ്, അതെല്ലാം പ്രോസസ്സിൻ്റെ ഭാഗമാണ്. യു വിൽ ഗോ ഓൺ. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. നമ്മൾ ആദ്യം കമ്പയർ ചെയ്തിരുന്ന ആളുകൾ, നമ്മൾ ആദ്യം ഉറ്റുനോക്കിയിരുന്ന ആളുകൾ, അവരെക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയും. അവരെക്കാൾ വലിയ ഇമ്പാക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. ചേഞ്ച് ദാറ്റ്. സ്റ്റോപ്പ് ലുക്കിംഗ് വാട്ട് അതേഴ്സ് ഹാവ്. ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ സ്വപ്നം, നമ്മുടെ എയിം എന്താണെന്ന് ഉറപ്പിക്കുക. ആൻഡ് നോ ദാറ്റ് യുവർ ഡ്രീം ഈസ് മേക്കിംഗ് ആൻ ഇമ്പാക്റ്റ്. ഇൻസ്പയറിംഗ്.